നമസ്കാരം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. UAE സംബന്ധിച്ചിടത്തോളം സംഭവബഹുലമായിരുന്നു. ലോകം മുഴുവൻ UAEയിലേക്ക് ഉറ്റുനോക്കിയ വർഷം. കാലാവസ്ഥ ഉച്ചകോടി ഉൾപ്പെടെയുള്ള സുപ്രധാന സംഭവങ്ങളും ബഹിരാകാശത്ത് UAE നേടിയ സുപ്രധാന നേട്ടങ്ങളും UAEയെ വ്യത്യസ്തമാക്കി. ലോകത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചാണ് UAE 2023 വിട പറയുന്നത്. ലോകം ഉറ്റുനോക്കിയ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വർഷം, സർവ്വമേഖലകളിലും UAE ലോക ശ്രദ്ധാകേന്ദ്രമായി മാറിയ വർഷം എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള വർഷമാണ് കടന്നു പോകുന്നത്. എന്നും ആകാശങ്ങളിൽ വെന്നിക്കൊടി പാറിക്കുന്നത് സ്വപ്നം കാണാറുള്ള ഈ രാജ്യം ബഹിരാകാശത്ത് ചരിത്രം കുറിച്ചാണ് 2023 വിട പറയുന്നത്. UAEയുടെ സ്വന്തം സുൽത്താൻ അൽ നയാദി അറബ് മേഖലയ്ക്കാകെ അഭിമാനമായി ബഹിരാകാശത്ത് നിന്ന് പറന്നിറങ്ങിയ വർഷം, കാലാവസ്ഥ ഉച്ചകോടിയിൽ ചരിത്രമെഴുതിയ തീരുമാനങ്ങൾ പിറന്ന വർഷം, ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായ വർഷം എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് കടന്നു പോകുന്ന ഈ വർഷത്തിന്. പ്രവാസികൾക്കുൾപ്പെടെ ഗുണകരമാകുന്ന തീരുമാനമായ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പ്രാബല്യത്തിലായാണ് ഈ വർഷം തുടങ്ങിയത്. ജോലി നഷ്ടപ്പെടുന്നവർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ 60% തുക 3 മാസത്തേക്ക് നൽകുന്ന പദ്ധതി ജനുവരി മാസത്തിലാണ് നിലവിൽ വന്നത്. UAEയുടെ ഈ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിൽ ഇതുവരെ 67 ലക്ഷം പേർ അംഗങ്ങളായി എന്നാണ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചത്. ഇതിൽ ഭൂരിഭാഗവും സ്വകാര്യ മേഖലയിൽ നിന്നുള്ളവരാണ്. സർക്കാർ സ്വകാര്യ മേഖലയിലെ മുഴുവൻ ജീവനക്കാരും പദ്ധതിയുടെ ഭാഗമാകണം എന്നാണ് നിയമം. തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മാന്യമായ ജീവിതം നിലനിർത്താൻ സഹായിക്കുന്ന സാമൂഹിക സുരക്ഷാ സംവിധാനമാണ് ഈ ഇൻഷുറൻസ് പദ്ധതി. ബഹിരാകാശ രംഗത്ത് UAE വെന്നിക്കൊടി പാറിച്ച വർഷമാണ് കടന്നു പോകുന്നത്. സുൽത്താൻ അൽ നയാദി ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ ഭൂമിയിലെത്തിയ വർഷം, ഒരു അറബ് വംശജൻ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചത് എന്ന റെക്കോർഡ് സ്വന്തം പേരിൽ തിരുത്തി കുറിച്ചാണ് സുൽത്താൻ അൽ നയാദി പറന്നിറങ്ങിയത്. അതോടൊപ്പം ബഹിരാകാശത്ത് 7 മണിക്കൂർ നടന്ന ആദ്യ അറബ് വംശജനായും സുൽത്താൻ ചരിത്രം കുറിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തിന്റെ നാമം ആകാശത്തോളം ഉയർത്തിയ പ്രിയ സുൽത്താന് ഹൃദയം തൊടുന്ന സ്വീകരണമാണ് അന്ന് രാജ്യം നൽകിയത്. UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉൾപ്പെടെയുള്ള UAE ഭരണാധികാരികളും നയാദിയുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രമുഖർ നയാദിയെ വരവേൽക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. Honestly, I see myself as a ready astronaut to go into any mission. Personally, I would love to go to the moon, go to Mars if possible. I don't think it will happen sooner regarding Mars, but the lunar service is more accessible, I would say, or closer to be accessible soon. Yes, the UAE signed the Artemis Accords, and this is a big step. We all know about Gateway. It's a proposed station that will orbit the lunar orbit. So I would love to go there. I would love to be part of it. Definitely, it needs more training, needs more capability building and planning as well. Salim might help as well. Personally, I would love to go there. It depends on the opportunity and the suitability as well for the mission as well. As you may know, space has a lot of effect. I don't know what will happen. The bodies receive a lot of radiation. Our eyes, our ears, the vascular system, they're all age differently. So we're still under a process of identifying what sort of impact the 6 months have done to my body. I'm ready if you are, Salim, and hopefully we'll be ready for the next mission.
കാലാവസ്ഥാ ഉച്ചകോടിയുടെ വിജയത്തോടെയാണ് UAE ഈ വർഷത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. ലോകം ദുബായിൽ വെച്ച് ചരിത്രമെഴുതുന്ന കാഴ്ചയായിരുന്നു കാലാവസ്ഥാ ഉച്ചകോടിയിൽ കണ്ടത്. കാലാവസ്ഥാ മാറ്റത്തിനെതിരെ ഭൂമിയുടെയും മനുഷ്യരാശിയുടെയും നല്ല നാളേക്കായി ദുബായിൽ ലോകം മുഴുവൻ കൈകോർക്കുന്ന അപൂർവ കാഴ്ച സമ്മാനിച്ചാണ് കാലാവസ്ഥാ ഉച്ചകോടി സമാപിച്ചത്. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള പരിവർത്തനം എന്ന പ്രമേയത്തിന് ഉച്ചകോടി അംഗീകാരം നൽകി. 2015 പാരീസ് ഉടമ്പടിക്ക് ശേഷം ഏറ്റവും സുപ്രധാനമായ കരാറാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോപ്പിന്റെ 28 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫോസിൽ ഇന്ധനം പടിപടിയായി കുറയ്ക്കുന്ന കാര്യത്തിൽ അംഗരാജ്യങ്ങൾക്കിടയിൽ തീരുമാനമായത്. ഇത്തരത്തിൽ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഒരുക്കി ഉച്ചകോടി ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ജനകീയ പങ്കാളിത്തമുണ്ടായ കോപ്പ് സമ്മേളനം എന്ന നിലയിൽ കൂടി ദുബായിൽ അരങ്ങേറിയ ഉച്ചകോടി അറിയപ്പെടും. We have worked very hard to secure a better future for our people and our planet. We should be proud of our achievement. An enhanced, balanced, but make no mistake, historic package to accelerate climate action. It is the UAE consensus. 14 days of continuous engagement with my colleagues gives me a new hope, the hope that we can still make this planet a better place for our generations to come. In the critical moments, all of us, no matter if we come from Germany, from Samoa, from the Marshall Islands, from Colombia, from Taiwan, we thought at one moment of our family. What would they ask us when we come home? Multilateralism has actually come together and people have taken individual interests and attempted to define the common good. That is hard. For the first time, humanity is coming together in its diversity to agree on a managed transition away from the one resource which has enabled so much development. This is the first time that we have perhaps come out of our respective comfort zones and tried to look at the bigger picture. Coming to Dubai a few days ago, we found an atmosphere of love, one where people wanted to discuss honestly, with respect. Consultation were deep. Indeed, everybody wanted to succeed. This is a very relevant and positive step forward, and we are very happy to take this step forward with you all. We promised a strong result, and today we are delivering a strong result. And the United Arab Emirates is rightly proud of its role in helping you to move this forward. Everyone united, everyone acted, and everyone delivered. ഇനി 2024 നിരവധി പ്രതീക്ഷകളാണ് UAEക്കുള്ളത്. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന നിരവധി തീരുമാനങ്ങൾ വരാനിരിക്കുകയാണ്. ഫിഫ ലോകകപ്പിന് ശേഷവും ഖത്തർ ലോകരാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ മേധാവിത്വം നിലനിർത്തിയ വർഷമാണ് കടന്നു പോകുന്നത്. ഗാസ വിഷയത്തിലടക്കം ഖത്തർ എടുത്ത നിലപാടുകൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഖത്തറിനെ ശ്രദ്ധാകേന്ദ്രമാക്കി. വലിപ്പം കൊണ്ട് ചെറുതെങ്കിലും ലോകം ഉറ്റുനോക്കുന്ന നയതന്ത്ര നിലപാടുകൾ കൊണ്ട് ലോക ജനതയുടെ പ്രശംസ പിടിച്ചുപറ്റാൻ 2023 ഖത്തറിന് സാധിച്ചു. യുക്രൈനിലെയും ഫലസ്തീനിലെയും സംഘർഷ മേഖലയിൽ മുതൽ ഏറ്റവും ഒടുവിൽ ചാരവൃത്തി കേസിൽ ഖത്തറിൽ വധശിക്ഷ വിധിക്കപ്പെട്ട 8 മുൻ ഇന്ത്യൻ നാവികരുടെ ശിക്ഷ ഇളവ് ചെയ്തതിൽ വരെ ഈ നയതന്ത്ര മികവ് പ്രകടമാണ്. രാജ്യത്തിനെതിരെ ചാരവൃത്തി നടത്തിയെന്ന ഗുരുതരമായ കുറ്റം കണ്ടെത്തിയിട്ടും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം
വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ ഖത്തറിന്റെ തീരുമാനം ഇന്ത്യയും ഖത്തറും തമ്മിൽ നിലനിൽക്കുന്ന ചരിത്രപരമായ ഉഭയകക്ഷി ബന്ധത്തിന് ഒന്നുകൂടി ഊർജം പകരും. 2022 ഫെബ്രുവരിയിൽ സർവായുധ സന്നാഹങ്ങളോടെ റഷ്യൻ സൈന്യം യുക്രൈൻ കീഴടക്കാനുള്ള യുദ്ധം ആരംഭിച്ചത് മുതൽ മധ്യസ്ഥ ശ്രമങ്ങളുമായി ഖത്തറിന്റെ ഇടപെടലുകൾ സജീവമാണ്. കഴിഞ്ഞ ജൂലൈയിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനി നടത്തിയ യുക്രൈൻ സന്ദർശനത്തിനിടെ റഷ്യ തടവിലാക്കിയ കുട്ടികളെ തിരികെ എത്തിക്കാൻ റഷ്യയുമായി ചർച്ച നടത്തണമെന്ന യുക്രൈന്റെ അഭ്യർത്ഥന ഖത്തർ അംഗീകരിക്കുകയായിരുന്നു. തുടർന്ന് 2 ഘട്ടങ്ങളിലായി നിരവധി കുട്ടികളെ അവരുടെ വീടുകളിൽ തിരികെ എത്തിക്കാൻ ഖത്തറിന്റെ ഇടപെടലുകളിലൂടെ സാധിച്ചു. ഏറെ സങ്കീർണമായ രാഷ്ട്രീയ നയതന്ത്ര വിഷയങ്ങളുള്ള യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ ഖത്തർ ഇപ്പോഴും തുടരുകയുമാണ്. എബ്രഹാം കരാറിലൂടെ ഏതാനും ഗൾഫ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചപ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകുന്നതുവരെ ഇസ്രായേലുമായി ബന്ധത്തിനില്ല എന്ന ഉറച്ച നിലപാട് ഖത്തർ 2023 ആവർത്തിച്ചു. തൊട്ടുപിന്നാലെ ഗസയിൽ കഴിഞ്ഞ നവംബർ ആദ്യവാരത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് ഇസ്രായേൽ തുടക്കമിട്ടപ്പോൾ ബന്ദികളെ പരസ്പരം കൈമാറുന്നതുൾപ്പെടെയുള്ള മുഴുവൻ മധ്യസ്ഥ ശ്രമങ്ങൾക്കും ഖത്തർ തന്നെയാണ് നേതൃപരമായ പങ്കുവഹിച്ചത്. അമേരിക്കയുടെയും ഈജിപ്തിന്റെയും സഹകരണത്തോടെ ബന്ദി കൈമാറ്റത്തിനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനൊപ്പം ഗസയിൽ കുറഞ്ഞ ദിവസത്തേക്കെങ്കിലും വെടിനിർത്തൽ നടപ്പാക്കുന്നതിലും ഖത്തറിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടു. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും കടുംപിടുത്തം സമാധാന ശ്രമങ്ങൾ ദുഷ്കരമാക്കിയെന്നറിയിച്ച ഖത്തർ സമാധാന ശ്രമങ്ങൾ തുടരുമെന്നും അറിയിച്ചു. ഖത്തറിനെതിരായ ഉപരോധം പിൻവലിച്ച ശേഷം അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ ഏറെ മുന്നോട്ടു പോകാനും ഖത്തറിന് കഴിഞ്ഞ വർഷം സാധിച്ചിട്ടുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തർ സന്ദർശിച്ചതും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഖത്തർ സന്ദർശനവും നയതന്ത്ര മേഖലയിൽ ഖത്തർ കൈവരിച്ച നേട്ടങ്ങളിലെ നിർണായക ചുവടുവെപ്പുകളാണ്. ഏറെക്കാലത്തെ അഭിപ്രായ ഭിന്നതകൾ മറന്ന് ഈജിപ്തും ഖത്തറും തമ്മിൽ വിവിധ കരാറുകളിൽ ഒപ്പുവെച്ചതും കഴിഞ്ഞ വർഷമാണ്. കായിക മേഖലയിൽ ഇതിനോടകം മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഖത്തർ ഏഷ്യൻ കപ്പ് കൂടി മികച്ച അനുഭവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അറബി ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ.